ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതേ ഇന്നൊരിക്കലും വളരെ വളരെ സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മറ്റു ദിവസങ്ങളിൽ സന്തോഷം ഇല്ല എന്നല്ല, ഇന്നൊരു കൂടുതൽ സന്തോഷമുണ്ട്. കാരണം ജീവിതത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കും. അന്ന് നമുക്ക് നടന്ന് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. അതിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും തന്നെ അത് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അത് നൽകുന്നൊരു സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വലുതായിരിക്കും. നമുക്കത് നിറവേറ്റിയെടുക്കുമ്പോൾ സന്തോഷമേ. അപ്പോൾ അതുപോലെ ഇന്ന് ഞങ്ങൾക്കൊരു കാറ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഇന്ന് നമുക്ക് നിറവേറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തായിരുന്നു, നമ്മൾ നൈറ്റ് കയറി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിൽ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ കാറ് ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തോടെ നമുക്ക് പോകാമെന്നുള്ള ഉദ്ദേശവും, പിന്നെ കുറച്ച് ദിവസമായി വന്നിട്ട് അപ്പോൾ വീട്ടിലും എല്ലായിടത്തും ഒന്ന് പോകാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. അപ്പോൾ വന്ന് നമ്മൾ കാറ് നമ്മളിപ്പോൾ ഷോറൂമിൽ നമ്മൾ എടുക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ എല്ലാവരോടും കൂടി ഒന്നിച്ച് വന്നാൽ നമ്മൾ കാറൊക്കെ എടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരിതാണ്. അപ്പോൾ നമ്മളത് കാറപ്പോൾ ഫോർമാലിറ്റീസൊക്കെ ആയിട്ട് സൈൻ ചെയ്തൊക്കെ കൊടുത്ത് നമ്മളപ്പോൾ കാർ അവിടെ നിന്ന് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ വന്നേക്കുവാണ്. ഹാപ്പിയാണ്. നമുക്ക് പ്രതീക്ഷിച്ച പോലത്തെ ഒരു കാറ് കിട്ടി. എല്ലാവർക്കാണെങ്കിലും സന്തോഷമായി, ഇഷ്ടമായി. കണ്ടപ്പോൾ കാറാണെങ്കിലും നേരെ കണ്ടപ്പോൾ നമ്മൾ ഓർഡർ കണ്ടിട്ടില്ലായിരുന്നു. വന്ന് നേരെ അതായത് ട്രിവാൻഡ്രത്തായതുകൊണ്ട് നമ്മൾ അവിടെ ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. നമുക്ക് നേരെ അതിൻ്റെ ഒന്നും നമുക്കൊന്ന് കാണാനുള്ള സമയവും സാഹചര്യവും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ വന്ന് കണ്ടപ്പോഴും എല്ലാവർക്കും വളരെ ഇഷ്ടമൊക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവിടെ നിന്ന് കാറും കൊണ്ട് നമ്മൾ പോയി നമുക്ക് പള്ളിയിലൊക്കെ ഒന്ന് പോകണമെന്ന് ഉദ്ദേശമുണ്ട്. 2-3 പള്ളിയിൽ കൂടെ ഇവിടെ മൂവാറ്റുപുഴയും ആദ്യം പോകാമെന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ മൂവാറ്റുപുഴ നമ്മൾ പെരുമറ്റംപള്ളിയിലേക്കാണ് ആദ്യം പോകുന്നത്. പെരുമറ്റംപള്ളിയിൽ പോയി ദുആ ചെയ്യണമെന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ കൊന്താലപ്പള്ളിയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ നിന്ന് ഇറങ്ങിയത് പെരുമറ്റംപള്ളി നമ്മുടെ മഹല്ലതാണ്. അപ്പോൾ അവിടെ ചെന്ന് കീയൊക്കെ വെച്ച് ദുആ ചെയ്ത് യാസീനൊക്കെ ഓതി കൈയും കയറി ഞങ്ങൾ ദുആയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഒരുപാട് നേരമൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ തൊടുപുഴയ്ക്കാണ് പോകുന്നത്. തൊടുപുഴ വെങ്ങല്ലൂർ വീട്ടിൽ പോയിട്ട് പിറ്റേന്ന് നമ്മൾ പള്ളിയിൽ കൂടെയൊക്കെ അവിടെയും പോകാമെന്ന് നേർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി കാറൊക്കെ കൊണ്ട് പോകാമെന്നുള്ള ഉദ്ദേശം. അപ്പം ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. അപ്പം എൻ്റെ സന്തോഷം എനിക്ക് ഇതിൽ യൂട്യൂബിലേക്കൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം, അപ്പോൾ അതായത് അത് നമുക്കൊരു സന്തോഷമാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. മാക്സിമം കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പം പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.